നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ 100 ദിനം തികയ്ക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് കേരളക്കര ഈ ദിവസങ്ങളെ വിലയിരുത്തുന്നത്. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരം പിടിച്ചെടുത്ത UDF മുന്നണിക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒട്ടും കുറവായിരുന്നില്ല. എന്നാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന സതീശൻ ശൈലിക്ക് തന്നെയാണ് ആദ്യ നാളുകളിൽ ഏറ്റവുമധികം മുൻഗണന ലഭിച്ചത്. ഭരണത്തിന്റെ ഹൃദയഭൂമിയായ സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തും മുൻ സർക്കാരിന്റെ കാലത്ത് ആക്ഷേപമുയർന്ന പോലീസ് അകമ്പടിയും സുരക്ഷയും വെട്ടിച്ചുരുക്കിയും ക്യാബിനറ്റ് ജനങ്ങളുടെ കയ്യടി വാങ്ങി. തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ഊർജ്ജസ്വലതയോടുകൂടി തന്നെയാണ് പുതിയ മന്ത്രിസഭ കാൽവെപ്പുകൾ നടത്തിയത്. അതോടൊപ്പം തന്നെ മുൻ സർക്കാർ അവസാനിപ്പിച്ച ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ പുനരാരംഭിച്ചതും ജനാധിപത്യപരമായ സുതാര്യതയ്ക്ക് വഴിയൊരുക്കി. മാധ്യമങ്ങളുടെ എരിവേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടാതെ കൃത്യമായി മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിന് പുതുവെളിച്ചം തന്നെയാണ്. ജനകീയ പ്രഖ്യാപനങ്ങളും ചരിത്രപരമായ മാറ്റങ്ങളും അധികാരത്തിലേറി 1 മാസം തികയും മുൻപ് തന്നെ ചരിത്രപരമായ ഒരു വലിയ പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യമൊരുക്കുന്ന പ്രിയദർശിനി പദ്ധതി പ്രതിമാസം 60 മുതൽ 80 കോടി രൂപ വരെ അധിക ബാധ്യത വരുത്തിവെക്കുമെങ്കിലും ജനങ്ങൾ അത് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇത് സർക്കാരിന്റെ ഇമേജ് വാനോളം ഉയർത്തുകയും ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ചതും എടുത്തു പറയേണ്ട നേട്ടമാണ്. മുൻകാലങ്ങളിൽ വലിയ ജനരോഷത്തിന് വഴിവെച്ച സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാനും അതിനുവേണ്ടി സർവേ നടത്തി കുരുക്കിലാക്കിയ ജനങ്ങളുടെ ഭൂമിക്ക് മോചനം നൽകാനും കാണിച്ച രാഷ്ട്രീയ ആർജവം വലിയ കയ്യടി നേടി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മകൾക്ക് നിയമനം നൽകിയതും സർക്കാരിന്റെ മാനുഷിക മുഖം തുറന്നുകാട്ടി. സംസ്ഥാനത്ത് വേരൂന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ രാജ്യശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. സംസ്ഥാനത്ത് വേരൂന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ രാജ്യശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. 3 മാസത്തിനിടയിൽ 10,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തതോടെ ആഭ്യന്തര വകുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇരട്ടിച്ചു. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ധവളപത്രവും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അവതരിപ്പിച്ച മിഷൻ സമുദ്ര ബജറ്റും സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവായി. ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതും യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതും സ്വന്തം അണികൾക്ക് തന്നെ വലിയ ആവേശം നൽകി. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതും പഴയ ഭരണകാലത്തെ തെറ്റുകൾ തിരുത്താനുള്ള പുതിയ സർക്കാരിന്റെ തീരുമാനമായി വിലയിരുത്തപ്പെട്ടു. വിപണിയിലെ കൃത്യമായ ഇടപെടലുകളും അഴിമതിരഹിത നിലപാടുകളും ഓണക്കാലത്ത് ജനങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. സപ്ലൈകോ സ്റ്റോറുകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വെളിച്ചെണ്ണ അടക്കമുള്ളവയുടെ വില കുറയ്ക്കുകയും ചെയ്തു. ഇത്തവണ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല എന്ന പരാതി ഉയർന്നതേയില്ല. കൺസ്യൂമർ ഫെഡിനെയും കൃത്യമായി സജ്ജമാക്കിക്കൊണ്ട് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടു. ആശാ വർക്കർ, അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ജീവനക്കാർക്ക് ഓണക്കാലത്ത് ബോണസും ഉത്സവ ബത്തയും കൃത്യമായി നൽകിയതും ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ വിതരണം ചെയ്തതും സർക്കാരിന്റെ ജനകീയത തെളിയിച്ചു. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കാപ്പ കേസിൽ ജയിലിലായ BJP കൗൺസിലർക്ക് അനുകൂലമായി നിലപാടെടുത്ത തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും സ്കൂളിൽ സവർക്കറെ പുകഴ്ത്തി ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെതിരെ നടപടിയെടുത്തതും ഭരണകൂടത്തിന്റെ ലളിതമായ സന്ദേശം തന്നെയായിരുന്നു. RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ നടപടിയെടുത്തതും ഇതിന് ഉദാഹരണമാണ്. കല്ലുകടിയായ വിവാദങ്ങളും രാഷ്ട്രീയ വെല്ലുവിളികളും ഭരണപരമായ നേട്ടങ്ങൾക്കിടയിലും ചില വിവാദങ്ങളും പാളിച്ചകളും സർക്കാരിനെ അലട്ടി. മന്ത്രിസഭാംഗങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും ഭരണപരിചയമില്ലായ്മ തുടക്കത്തിൽ തന്നെ പ്രകടമായിരുന്നു. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതുവരെ തീരുമാനം നീളുന്നത് സർക്കാരിന്റെ ഇമേജിന് ആദ്യഘട്ടത്തിൽ മങ്ങലേൽപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് നിയമനങ്ങളിലെ പിഴവുകളാണ് സർക്കാരിന് പ്രധാനമായും കൈപൊള്ളിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചതും സ്വർണ്ണക്കൊള്ള കേസ് പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം പ്ലീഡറാക്കിയതും പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു. ഇവ പിന്നീട് തിരുത്തേണ്ടി വന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെയും ഗവൺമെന്റ് പ്ലീഡറുടെയും നിയമനത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിയിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നതും തിരുത്തലിന് കാരണമായി.
മുൻ സർക്കാരിന്റെ കേന്ദ്ര ധാരണാപത്രങ്ങളെ പടച്ചട്ടയാക്കിക്കൊണ്ട് PM-ശ്രീ പദ്ധതിയിൽ വരുത്തിയ U-ടേൺ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി. കൂടാതെ ടീം UDF എന്ന പേരിൽ വന്ന മുന്നണിക്ക് ഭരണ സംവിധാനത്തെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനായിട്ടുണ്ടോ എന്ന സംശയവും ഇനിയും ബാക്കിയാണ്. ചുരുക്കത്തിൽ തുടക്കക്കാരന്റെ ബാലാരിഷ്ടതകളും ചില കൈപ്പൊള്ളലുകളും ഉണ്ടായെങ്കിലും ആദ്യ 100 ദിനം കൊണ്ട് തന്നെ VD സതീശൻ എന്ന നേതാവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.